അഞ്ജിത നിഷാദ്. ഫേസ്ബുക്കിൽ നിന്ന് പൈസ കിട്ടുമോ? എങ്ങനെ കിട്ടും? ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ ഉണ്ടോ? അതോ ഇതൊക്കെ ചുമ്മാ പറയുന്നതാണോ എന്ന് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ആയി. എന്റെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടി ഞാൻ ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്നു. കാരണം യൂട്യൂബിൽ എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം അതല്ല, ഞാനൊരു 1 year ആയിട്ടുള്ള എൻ്റെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ പ്രഗ്നന്റ് ആവുകയും എനിക്ക് ഡെലിവറി കഴിയുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഫേസ്ബുക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അല്ല. കുറച്ചുകൂടെ നമുക്കറിയാം, എന്ത് ഇട്ടാലും യൂട്യൂബിനേക്കാളും റീച്ച് ആവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി റീച്ച് ആയിരുന്നു. ആ സമയത്ത് ഞാൻ അതുകൊണ്ട് 3 വർഷത്തോളം ഈ പറഞ്ഞ പോലെ റിക്വസ്റ്റ് കൊടുത്തിരുന്നു. പക്ഷെ 3 പ്രാവശ്യവും അവരെന്നെ റിജക്ട് ചെയ്ത് വിട്ടു. പക്ഷെ ഫൈനലി ജനുവരിയിൽ അവരുടെ പുതിയ ടൂളായ കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ടൂൾ വഴി ഞാൻ ഏൺ ചെയ്യാൻ തുടങ്ങി. അതെങ്ങനെയാണെന്നായിരിക്കും നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് അറിയേണ്ടത് എനിക്ക് എത്ര രൂപ കിട്ടി, അത് നമ്മുടെ മലയാളികളുടെ ഒരു കോമൺ ഫാക്ടർ ആണല്ലേ. എന്ത് പൈസ കിട്ടും, എത്ര രൂപ കിട്ടും, എങ്ങനെ കിട്ടും, ഈ 3 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ പ്രൂഫാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് പേജിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് എൻ്റെ പേജ്. എൻ്റെ പേജിലെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഞാൻ ഓൺ ചെയ്യുവാണ്. നമ്മുടെ പേ ഔട്ട്സിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബാലൻസ് കണ്ടതിന് $6.26 നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അത് ലാസ്റ്റ് December 31st വരെയുള്ള എൻ്റെ റെമ്യൂണറേഷൻ ആണ്. അപ്പോൾ ഈ ജനുവരിയിലുള്ളത് ഇവിടെ വന്നിട്ടില്ല. അത് നമുക്ക് വേറെ ഒരു കാറ്റഗറി ആയിട്ട് അത് നമുക്ക് പിന്നീട് അപ്ഡേറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇത് നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ മിനിമം $100 ആവണം. യൂട്യൂബിലാണെങ്കിൽ നമുക്കറിയാം $100 കഴിഞ്ഞാലാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഫേസ്ബുക്കിൽ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് $25 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ മാസത്തെ റെമ്യൂണറേഷൻ എനിക്ക് കിട്ടാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ ഇത് കിട്ടി എന്നുള്ള സന്തോഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ ടൂൾസ് വഴിയാണ് ഞാൻ ഏൺ ചെയ്യുന്നത്. അപ്പൊ അതിനായി നമുക്ക് ഫേസ്ബുക്കിന്റെ എൻ്റെ പേജിലെ പ്രൊഫഷണൽ മോഡ് ഞാൻ ഒന്നുകൂടി ഓൺ ചെയ്യുവാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാം, ഇതിന്റെ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻസൈറ്റ് കണ്ടന്റ് ഗ്രോത്ത്, അതിന്റെ തൊട്ടിപ്പുറത്ത് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ബാർ ഐക്കൺ ഉണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ സ്റ്റാറ്റസ് കാണാം. ടൂൾസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റാർസ് ഉണ്ട്, പിന്നെ ബോണസ്, സബ്സ്ക്രിപ്ഷൻ. ചിലവർക്ക് ഇൻസ്ട്രീം ആർട്സ് ആയിരിക്കാം, ആർട്സ് ഓൺ റീൽസ് എന്ന് പറഞ്ഞാൽ 2 ബാർസ് ആയിരിക്കാം കാണിക്കുന്നത്, 2 ഐക്കൺസ് ആയിരിക്കും കാണിക്കുന്നത്. പക്ഷെ ഇപ്പോൾ 2025 മുതലുള്ള അപ്ഡേറ്റ് പ്രകാരം അത് കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒറ്റ കാറ്റഗറി ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയായിട്ട് ഇപ്പൊ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ആണ് എനിക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി എങ്ങനെ കിട്ടി, വീഡിയോസിനാണോ റീൽസിനാണോ ഫോട്ടോനാണോ കിട്ടുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാത്തിലും എനിക്ക് റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എമൗണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്കറിയാം, ഇപ്പോൾ 1000 വ്യൂസിന് യൂട്യൂബിന് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് നമുക്ക് ക്യാഷ് കിട്ടുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ ഫേസ്ബുക്കിൽ ആ ഒരു രീതിയല്ല. നമ്മൾ വിചാരിക്കുന്ന ഒരു രീതിയിൽ നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വഴി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ക്യാഷ് കിട്ടിയത് ഞാൻ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തപ്പോഴാണ്. ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത വഴി ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് മന്തിൽ ഞാനൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്തു. അതിൽ നിന്ന് എനിക്ക് കിട്ടിയത് $20 എബോ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടാവും, ഒരു ഫോട്ടോ ഇടയിൽ ഇത്ര പൈസ കിട്ടുമോ? ഷുവറായിട്ടും കിട്ടും. ഫേസ്ബുക്ക് നമുക്ക് അങ്ങനെ ഒരു പുതിയൊരു ക്രൈറ്റീരിയ കൊണ്ടുവന്നേക്കുവാണ്. പക്ഷെ എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് ലോങ് വീഡിയോസിന് എനിക്ക് അതിലും കുറവാണ്. ഒരു 3 lakh ഒക്കെ വ്യൂസ് പോയിട്ടും എനിക്ക് ചിലപ്പോൾ $2 $3 ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്നും ഇതുപോലെ തന്നെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഈ പോലെ ഫേസ്ബുക്കിൽ നിങ്ങളുടെ പേജ് ഉണ്ട്, പക്ഷെ ഇതുവരെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല, നിങ്ങൾ ഈ പറഞ്ഞ പോലെ വയലേഷൻ കാണിക്കുന്നു, അവരുടെ പോളിസി ഫോളോ ചെയ്തിട്ടില്ല എന്ന് കാണിക്കുന്നു. അപ്പോൾ അതിനെല്ലാത്തിനും കൂടി ഒരു പരിഹാരം ഞാൻ ആദ്യം ഒന്ന് പറയുവാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിക്കേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ. ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു 3 dots കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ പ്രസ് ചെയ്യാം. എന്നിട്ട് പ്രൊഫൈൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതിന് മുകളിൽ നിങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഗ്രീൻ കളർ ടിക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ വയലേഷൻസ് ഒന്നുമില്ല. നിങ്ങൾ കറക്റ്റായിട്ട് ഇത് എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ്. ഇനി റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന ആ ഒരു ഐക്കൺ ഉണ്ട്, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റാർ പോലെയുള്ള ഗ്രീൻ കളറിൽ സ്റ്റാർ പോലെയുള്ളതുണ്ട്. അപ്പോൾ അവിടെ വയലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാറിൽ നിന്ന് ഒരു ക്രോസ് സൈനോ അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് നോട്ട് റെക്കമെൻഡബിൾ എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഫേസ്ബുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മോണിറ്റൈസേഷൻ ആണ്. അപ്പോൾ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ടൂളിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ മോണിറ്റൈസേഷൻ കറക്റ്റായിട്ട് അവൈലബിൾ ആണോ, ഏൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ.
ഇത് സെയിം രീതി തന്നെയാണ് നിങ്ങളുടെ പേജിലും കാണിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പ്രൊഫൈൽ വഴിയാണോ അതോ ഫേസ്ബുക്ക് പേജ് വഴിയാണോ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുക? രണ്ട് രീതിയിലും നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇതുവരെ പേജ് ഇല്ലാത്തവർ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വഴി ഏൺ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ പേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പേജാണ് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറയാം. കാരണം പേജിൽ നമുക്ക് കിട്ടുന്ന അഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ബോണസുകളും കാര്യങ്ങളും ഉണ്ട്. അത് നമുക്ക് ചിലപ്പോൾ പ്രൊഫൈലിൽ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫേസ്ബുക്കിൽ നമ്മൾ ഇടുന്ന പോസ്റ്റുകൾ വളരെ ജെന്യുവൻ ആയിരിക്കണം. ആ ഒരു കാര്യത്തിൽ ഫേസ്ബുക്ക് വളരെ കമ്പൽസറി ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ ഈവൻ നമ്മുടെ തന്നെ പോസ്റ്റ് ആയിരിക്കും, നമ്മൾ വേറെ പണ്ട് ഒരു അക്കൗണ്ടിൽ ഇട്ടു, നമുക്ക് 2 അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു അക്കൗണ്ടിൽ ഇട്ടു, അതെടുത്ത് നമ്മൾ പേജിലിട്ടു, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടുന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ നമ്മുടെ പേജിലിട്ടു, അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്ന ഒരു സാധനം എടുത്ത് നമ്മുടെ പേജിലിട്ടു, യൂട്യൂബിൽ ലിങ്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വയലേഷൻ ആയിട്ട് ഫേസ്ബുക്ക് റെക്കഗ്നൈസ് ചെയ്യും. അതായത് ജെന്യുവൻ ആയിട്ടുള്ള കണ്ടന്റ്, നമ്മുടെ ഓൺ കണ്ടന്റിനെ ക്രിയേറ്റ് ചെയ്യാനാണ് മാക്സിമം ഫേസ്ബുക്ക് ബൂസ്റ്റ് ചെയ്ത് വിടുന്നത്. നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈല് ഒന്ന് ചെക്ക് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ അതിനകത്ത് പ്രൊഫഷണൽ മോഡ് ഓൺ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേജുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന് മാക്സിമം വയലേഷൻസ് ഒക്കെ മാറ്റി ഫേസ്ബുക്കിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ ഏൺ ചെയ്യുക. കാരണം എൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചത് നിങ്ങൾക്കും പറ്റും, കാരണം എനിക്ക് പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഏൺ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത്ര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം, വേറെ ജോബൊന്നും ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെല്ലാം ഇതുപോലെ ഷൂട്ട് ചെയ്ത് വെറുതെ, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ വീട്ടിലെ ഫോട്ടോസോ നമ്മുടെ ഫോട്ടോസോ ഒത്തിരി ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ഏണിങ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എൻ്റെ സന്തോഷം ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഫേസ്ബുക്കിനെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ഞാൻ ഇടും. ഞാനൊരു ടെക് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല, പക്ഷേ എനിക്ക് ഫേസ്ബുക്കിൽ നിന്നുള്ള ഈ ഒരു ഏണിങ്സ് കിട്ടിയെന്നുള്ള കാര്യം നിങ്ങളെ കൂടി അറിയിച്ച് നിങ്ങൾക്കും കിട്ടുവാണെങ്കിൽ അത്ര സന്തോഷം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.